ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് വിൽപ്പനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സർക്കാരിന് സമർപ്പിച്ച സമഗ്ര പ്രപ്പോസൽ അംഗീകരിച്ച് സർക്കാർ ഉത്തരവായി. നടുവണ്ണൂർ വോളിബോൾ അക്കാദമിയിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് കേരള എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ കരുതൽ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് വിൽപ്പനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ഫറൂഖ്, ബേപ്പൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്റ്റീൽ കോംപ്ലക്സിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തി. ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് 29 കോടി രൂപയ്ക്ക് ഛത്തീസ്ഗഡ് കമ്പനിക്ക് വിൽപ്പന നടത്തിയ സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ്, ഫറൂഖ്, ബേപ്പൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സിന് മുന്നിൽ നടന്ന സമരപരിപാടി DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാജീവൻ തിരുവച്ചിറ അധ്യക്ഷത വഹിച്ചു. KPCC അംഗങ്ങളായ MP ആദം മുൽസി, UV ദിനേശ് മണി, DCC ഭാരവാഹികളായ K. സുരേഷ്, P. കുഞ്ഞുമൊയ്തീൻ, V. മുഹമ്മദ് ഹസൻ, MP ജനാർദ്ദനൻ, രമേശ് നമ്പിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. UPA ഗവൺമെന്റ് ഈ സ്റ്റീൽ കോംപ്ലക്സിനെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വെച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന, ഷീറ്റുകൾ ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നൽകി. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ജീവമാകുന്നതിനകത്ത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞത് 45 കോടി രൂപ നിങ്ങളുടെ വകയായി കൊണ്ടുപോകാൻ. സംസ്ഥാന ഗവൺമെന്റ് കാനറ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് 45 കോടി രൂപയുടെ ധനം സമാഹരിച്ചുകൊണ്ട് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി കൊണ്ട് കരാറുകൾ ഒപ്പുവെച്ചു. അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബഹുമാനായ പ്രതിരോധ വകുപ്പ് മന്ത്രി രേഖയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഇവിടെ വലിയ വിമർശനങ്ങളുണ്ടായി. അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെ പ്രകീർത്തിച്ചു, ഇടതുപക്ഷ മുന്നണി ഭരണത്തെ പ്രകീർത്തിച്ചു എന്നിവരെ ആരോപണമുണ്ടായി. പക്ഷേ നാം ഓർക്കേണ്ടത് അത്രമാത്രം വികസനത്തിലേക്ക് കുതിക്കാൻ കഴിയുന്ന ഒരു വ്യവസായശാലയായി ഈ സ്റ്റീൽ കോംപ്ലക്സ് മാറ്റിയെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അന്ന് കേരളത്തിലെ അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പിടിപ്പുകൾ കൊണ്ട് യഥാസമയം പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നാണ് വസ്തുത. INTUC ജില്ലാ പ്രസിഡന്റ് P. രാജീവ്, റഷീദ് കൊളത്തറ, INTUC ജില്ലാ സെക്രട്ടറി ഷാജി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ മലയിൽ ഗീത, ശശികല, ഉണ്ണി തുടങ്ങിയവരും സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സർക്കാരിന് സമർപ്പിച്ച സമഗ്ര പ്രപ്പോസൽ അംഗീകരിച്ച് സർക്കാർ ഉത്തരവായി. ഫിഷറീസ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. മത്സ്യബന്ധന സമയത്തോ തൊട്ടുപിന്നാലെയോ അപകടം കൊണ്ടല്ലാതെ ആകസ്മിക കാരണങ്ങളാൽ ഉണ്ടാകുന്ന മരണത്തിന് ആശ്രിതർക്ക് ധനസഹായം നിലവിലെ ധനസഹായ നിരക്ക് 50,000 രൂപയിൽ നിന്നും 1,00,000 ഉയർത്തുന്ന പദ്ധതി, മത്സ്യ അനുബന്ധ തൊഴിലാളികളുടെ പെൺമക്കളുടെ വിവാഹ ധനസഹായ പദ്ധതി നിലവിലെ 10,000 രൂപയിൽ നിന്നും 25,000 വർദ്ധിപ്പിക്കുന്ന പദ്ധതി, മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതരുടെ മരണാനന്തര ചെലവുകൾക്ക് നിലവിലെ ധനസഹായ നിരക്ക് 600 രൂപയിൽ നിന്നും 2,000 രൂപയായി വർദ്ധിപ്പിക്കുന്ന പദ്ധതി, MBBS, BDS, BAMS, BHMS പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അംഗങ്ങളുടെ മക്കൾക്ക് പരമാവധി 1,00,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി, ഫിഷറീസ് ഓഫീസ് പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രന്ഥശാലയ്ക്ക് 20,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി, രക്ഷാസേന രൂപീകരിക്കുന്നതിന് ഓരോ ഫിഷറീസ് ഓഫീസിനും പരമാവധി 5,000 രൂപ നൽകുന്ന പദ്ധതി,
ബോർഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നതിനായി 15,000 രൂപ അനുവദിക്കുന്ന പദ്ധതി, മത്സ്യബന്ധന യാനങ്ങൾക്കും ഉപകരണങ്ങൾക്കും ഉണ്ടാകുന്ന നഷ്ടപരിഹാരത്തിന് ആശ്വാസ ധനസഹായമായി പരമാവധി 1,00,000 രൂപ അനുവദിക്കുന്ന പദ്ധതി, അംഗങ്ങളുടെ മക്കൾക്കുള്ള പരിശീലനത്തിന് ഒരാൾക്ക് 50,000 രൂപ ധനസഹായമായി നൽകുന്ന പദ്ധതി, അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് കായിക പ്രതിഭകളുടെ യാത്രാ ചെലവിന് ഒരാൾക്ക് പരമാവധി 1,00,000 അനുവദിക്കുന്ന പദ്ധതി, മത്സ്യത്തൊഴിലാളികളുടെയോ അനുബന്ധ തൊഴിലാളികളുടെയോ ഭാര്യയ്ക്കോ ഭർത്താവിനോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കോ മാരക രോഗം പിടിപെട്ടാൽ 25,000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതി എന്നിവയ്ക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത്. അംശാദായം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ പദ്ധതികൾ നടപ്പാക്കാൻ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കഴിയുമെന്നും സർക്കാർ ധനസഹായം ആവശ്യമായി വരില്ലെന്നും ക്ഷേമനിധി ബോർഡ് കമ്മീഷണർ സർക്കാരിനെ നേരത്തെ അറിയിച്ചിരുന്നു. അതിനാൽ ക്ഷേമനിധി ബോർഡിന്റെ അംശാദായ നിരക്കുകൾ പരിഷ്കരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടുവണ്ണൂർ കാവന്തറയിലെ നടുവണ്ണൂർ വോളിബോൾ അക്കാദമിയിൽ നിന്നും ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുക്കിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ജനജീവിതം ദുസ്സഹമാക്കിയ സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നടുവണ്ണൂർ വോളി അക്കാദമി അധികൃതരുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ പരിസരവാസികളുടെയും പഠിതാക്കളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, ശാസ്ത്രീയവും സുരക്ഷിതവുമായ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുക, മാലിന്യ സംസ്കരണം കുറ്റമറ്റ രീതിയിലാക്കുക, ചുറ്റുമതിൽ പണിയുക, ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുക, കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് മാനദണ്ഡങ്ങൾ പാലിക്കുക, പ്രദേശവാസികൾക്ക് മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള സഹായം ഒരുക്കുക, ആരോഗ്യവകുപ്പ് പ്രദേശം സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക, പ്രദേശത്തെ അർഹരായ കുട്ടികൾക്ക് അക്കാദമിയിൽ പ്രവേശനം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച്. അക്കാദമി പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുനന്ദ് എസ് നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ 11 കോടി ഉറപ്പിക ചെലവഴിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഈ വോളിബോൾ അക്കാദമി നാട്ടുകാർക്ക് സംഭാവന ചെയ്തതാണ്. അതിനെ പരിശോധനമായി വരികയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ പെടുത്തുക. നാട്ടുകാർ ഈ പ്രദേശത്തെ അക്കാദമിയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രദേശവാസികളെ ഒരു ദിവസം വിളിച്ചുകൊണ്ടുന്നു. മണ്ഡലം പ്രസിഡന്റ് ഷഹർബാനു സാദത്ത് അധ്യക്ഷനായിരുന്നു. MK ജലീൽ, വിജീഷ് PP തുടങ്ങിയവരും സംസാരിച്ചു. സത്യൻ കുളിയാപ്പൊയിൽ, അശ്വന്ത് കിഴക്കേടത്ത്, സന്ദീപ് TK തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിലൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് കേരള എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ കരുതൽ. പ്രളയ ദുരന്തത്തിൽ അതിജീവിച്ചവർക്ക് ആശ്വാസവുമായി എത്തുന്ന നമ്മുടെ വയനാട് പദ്ധതി യാത്ര മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കളിക്കോപ്പുകളും ആശയങ്ങളും പാട്ടുകളുമായി ഇവർ അധ്യാപക പഠനത്തിൽ നിന്നും അവധിയെടുത്താണ് ക്യാമ്പിലേക്ക് യാത്ര തിരിച്ചത്. കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ മോണ്ടിസോറി ടീച്ചേഴ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര. പ്രളയ ദുരന്തത്തിൽ അതിജീവിച്ചവർക്ക് സാന്ത്വന പരിചരണവും കുട്ടികൾക്ക് കളിക്കോപ്പുകൾ സമ്മാനിക്കാനുമാണ് യാത്രയുടെ ലക്ഷ്യം. നമ്മുടെ വയനാട് യാത്രാ പദ്ധതി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രളയ ദുരന്തത്തിൽ നിന്നും അതിജീവിച്ചവർക്ക് എല്ലായ്പ്പോഴും വിളിപ്പാടകലെ എന്നും സാന്ത്വനമായി ഉണ്ടാകണമെന്ന് മേയർ അഭ്യർത്ഥിച്ചു. കുട്ടികൾക്ക് കളിക്കോപ്പുകൾ മാത്രം പോരല്ലോ,
അവർക്കൊരു സഹായം വേണം. കൊച്ചുകുട്ടികൾക്ക് ഒരു വിഷമം വന്നാൽ വിളിക്കാൻ ഒരാൾ വേണം. ഇവരെല്ലാവരും ഇവരുടെ ഫോൺ നമ്പറുകൾ അവിടെയുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് ഏത് കുട്ടിയും കരയുമ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് വിളിക്കാൻ ഒരാൾ കോഴിക്കോട്ടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട് എന്നൊക്കെ ആലോചിക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന സമാധാനം ചില്ലറയല്ല. സംഘം KSRTC സ്പെഷ്യൽ വാഹനത്തിലാണ് യാത്ര തിരിച്ചത്. 5 ദിവസങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടാകുമെന്ന് ഡയറക്ടർ കല്ലറയ്ക്കൽ സതീശൻ പറഞ്ഞു. കുട്ടികൾക്ക് അവർക്ക് കളിക്കോപ്പുകൾ അതുപോലെയുള്ള അവരുടെ മാനസികോല്ലാസത്തിന് പറ്റുന്ന രീതിയിൽ അത്തരം ടീച്ചേഴ്സാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ആക്ഷൻ സോങ്ങുകളും സ്റ്റോറി ടെല്ലിങ്ങും ചിത്രം വരയ്ക്കാനും ഒക്കെ അറിയുന്ന കുറേ കഴിവുള്ള ആളുകളായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവർ കുട്ടികളുടെ ആടിയും പാടിയും ഒക്കെ അവരുടെ മനസ്സ് അവരുടെ വിഷമങ്ങൾ ഒരു പരിധിവരെ അകറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം ഞങ്ങൾ നടത്തും. അവരിലൊരാളായി ഞങ്ങൾ നിൽക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചെയർമാൻ പ്രതാപ് മൊണാലിസ, കോഴിക്കോട് സെന്റർ പ്രിൻസിപ്പൽ P. രേഷ്മ, വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും യാത്രയെ അനുഗമിച്ചു. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ICDSന്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സംരക്ഷണം നൽകുമെന്ന് സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ്. ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് ജോലിയും വിദ്യാഭ്യാസവും ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ കീഴിൽ 2000-ലധികം ക്ഷേമ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലായി വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, ഇന്നലെ കിട്ടിയ വിവരത്തിൽ അട്ടമലയിൽ കൂടി ഉരുൾപൊട്ടൽ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടങ്ങളിലുള്ള ദുരിതബാധിതരെ പ്രായവ്യത്യാസമില്ലാതെ OCBയുടെ അംഗീകാരമുള്ള വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ക്ഷേമ സ്ഥാപനങ്ങളിലായി സംരക്ഷിക്കാനും വിദ്യാഭ്യാസം ആവശ്യമുള്ള പ്രായത്തിലെ ആളുകൾക്ക് അത് നൽകാനും ഓർഫനേജ് കൺട്രോൾ ബോർഡ് സന്നദ്ധമാണ്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്ന് ലോകത്തെ അറിയിക്കാൻ കൂടിയാണ്. കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ കുട്ടികൾ, വൃദ്ധർ, അഗതികൾ തുടങ്ങിയവരെ സംരക്ഷിക്കുവാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസമടക്കമുള്ള സൗകര്യങ്ങൾ നൽകാനും ഓർഫനേജ് കൺട്രോൾ ബോർഡ് സജ്ജമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വയനാടിന് പുറമെ ഉരുൾപൊട്ടലടക്കമുള്ള കെടുതികൾ അനുഭവിക്കുന്ന അർഹരായവർക്കും സംരക്ഷണം നൽകും. ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അവരവരുടെ താൽപര്യത്തിനനുസരിച്ച സ്ഥാപനങ്ങളിൽ അവസരം നൽകും. ഹോം കെയർ പദ്ധതിയും വിവിധ അനാഥശാലകൾ നടപ്പിലാക്കുന്നുണ്ടെന്നും അത്തരം സൗകര്യങ്ങളും ആവശ്യമെങ്കിൽ ഇവർക്കായി ഏർപ്പെടുത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ N. അലി അബ്ദുള്ള, അംഗം PT റഹീം MLA, പ്രൊഫസർ ഇമ്പിച്ചിക്കോയ, നസീമ ജമാലുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാടിന് ദേശീയ ദുരന്ത സമാനമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഈ ആവശ്യമുന്നയിച്ച് ബന്ധപ്പെട്ടവർക്ക് നിവേദനം സമർപ്പിച്ചതായി MDC ഭാരവാഹികൾ പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ഇതിന് എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ നിയമത്തിൽ വേണ്ട ഭേദഗതി വരുത്തി ദേശീയ ദുരന്ത മേഖലയായി പ്രഖ്യാപിക്കുന്നതിന് സമാനമായ ആനുകൂല്യങ്ങൾ നൽകണമെന്നും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രി, കേരള ഗോവ ഗവർണർമാർ, കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചതായും പ്രസിഡന്റ് C. ചാക്കുണ്ണി പറഞ്ഞു. ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഗോവ ഗവർണർ P.H. ശ്രീധരൻപിള്ള, മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് C. ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M.K. അയ്യപ്പൻ എന്നിവരെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
വാർത്തകൾ തുടരുന്നു. പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹസന്റെ ചിന്താധാര എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സാഹിത്യകാരൻ UK കുമാരന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രമുഖ മനഃശാസ്ത്ര തത്വശാസ്ത്ര വിചക്ഷണൻ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹസന്റെ 20ാമത്തെ പുസ്തകം ചിന്താധാര പ്രകാശനം ചെയ്തു. കോഴിക്കോട് സൈക്കോ ക്ലബിന്റെയും അഭയം ബുക്സിന്റെയും ആഭിമുഖ്യത്തിലാണ് പ്രകാശന പരിപാടി സംഘടിപ്പിച്ചത്. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രകാശനം നിർവഹിച്ചു. ചിന്താധാര എന്ന ഗ്രന്ഥം മലയാള സാഹിത്യത്തിലെ നവീന സംരംഭമാണെന്ന് ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. 2 വരി കൊണ്ട് 3 വരി കൊണ്ട് മനുഷ്യ മനസ്സിനുള്ളിലേക്ക് ആഴത്തിൽ കടന്നു ചെന്ന് സുസ്ഥിര പ്രതിഷ്ഠ നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്താധാരയുടെ. അതിനൊരു കവിത്വമുണ്ട്. നമ്മുടെ ഇത് കവിതാ, ഞാനിപ്പോൾ ചിന്തിച്ചു എന്താ ഇതിനെപ്പറ്റി പറയട്ടെ, കവിതാ പുസ്തകം എന്നാണ്, കഥയെന്നാണ്, തത്വചിന്ത എന്നാണ്. പക്ഷേ അങ്ങ് തുടക്കം കുറിക്കുന്നത് ഒരു പുതിയ നമ്മുടെ മലയാള സാഹിത്യവേദിയെ സംബന്ധിച്ചിടത്തോളം ഒരു നവീന ഒരു സംരംഭമാണ്. അതുകൊണ്ട് ഞാനും ഇനിയിപ്പോൾ ആലോചിക്കാൻ പോകുന്നു. കുറുങ്കവിത എഴുതി പരാജയപ്പെട്ടെങ്കിലും കുറുങ്കവിത ഇപ്പം തത്വചിന്തകളും രാഷ്ട്രീയ ചിന്തകളും ഒക്കെ ഇതുപോലെ എഴുതിയാൽ പുസ്തകം വിജയമാകുമെന്ന് കണ്ടപ്പോൾ നവാസ് എന്നെ പറ്റി പറഞ്ഞു, ഇത്രയും പുസ്തകത്തിന് എണ്ണമൊക്കെ പറഞ്ഞു. ഞാൻ ഈ എണ്ണം നിർത്താൻ പോകുന്നില്ല. ഈ പുസ്തകം പോലെ ഞാൻ ഇനി കുറെ എഴുതാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാഹിത്യകാരൻ UK കുമാരൻ പുസ്തകം ഏറ്റുവാങ്ങി. പാളയം മുയ്ഹുദ്ദീൻ പള്ളി ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യപ്രഭാഷണം നടത്തി. പത്രപ്രവർത്തകൻ നവാസ് പൂനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ AV ഫർദീസ് ആമുഖ പ്രഭാഷണം നടത്തി. ആറ്റക്കോയ പള്ളിക്കണ്ടി പുസ്തകത്തെയും ഗ്രന്ഥകർത്താവിനെയും പരിചയപ്പെടുത്തി. ഇന്ത്യൻ സൈക്യാട്രിസ്റ്റ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മോഹന സുന്ദരം, കേരള ഹാർട്ട് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ K കുഞ്ഞാലി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ സെന്റർ മുൻ മേധാവി ഡോക്ടർ EK ഗോവിന്ദവർമ്മ രാജ, ചലച്ചിത്ര അക്കാദമി റീജിയണൽ കോർഡിനേറ്റർ നവീന വിജയൻ, സംഘാടക സമിതി കൺവീനർ സക്കറിയ പള്ളിക്കണ്ടി എന്നിവരും സംസാരിച്ചു. ഗ്രന്ഥകാരൻ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹസൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ തുടരുന്ന ബസ് പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. കാർ യാത്രക്കാരും ബസ് ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിയത്. സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും കാർ യാത്രക്കാരും കൂമുള്ളിയിൽ വെച്ച് സംഘർഷം ഉണ്ടായതിനെ തുടർന്നാണ് പണിമുടക്ക് തുടരുന്നത്. ഇരുവരും അത്തോളി പോലീസിൽ പരാതി നൽകിയിരുന്നു. അക്രമം നടത്തിയെന്ന് പറയുന്ന കാർ യാത്രക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ബസ് തൊഴിലാളികൾ പണിമുടക്കുന്നത്. മുൻകൂർ നോട്ടീസ് നൽകാതെയുള്ള പണിമുടക്കിൽ കാലിക്കറ്റ് ബസ് പാസഞ്ചേഴ്സ് പ്രതിഷേധിച്ചു. റൂട്ടിൽ ആശ്വാസമായി കൂടുതൽ KSRTC ബസ് സർവീസ് നടത്തി. അത്തോളി വഴി കുറ്റ്യാടിയിലേക്ക് അധികമായി കോഴിക്കോട്ട് നിന്നും തൊട്ടിൽപ്പാലം ഡിപ്പോയിൽ നിന്നും 6 ബസ്സുകൾ ഏർപ്പെടുത്തിയതായി കോഴിക്കോട് ഡിപ്പോ ജനറൽ CI മനോജും തൊട്ടിൽപ്പാലം കൺട്രോളിംഗ് ഇൻസ്പെക്ടർ VM ഷാജിയും പറഞ്ഞു. കാലിക്കറ്റ് ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നൽകിയ നിവേദനത്തെ തുടർന്നായിരുന്നു നടപടി. KSRTCയിൽ കൺസെഷൻ അനുവദിക്കാത്തതിനാൽ വിദ്യാർത്ഥികൾ വലയുകയാണ്. പ്രതികൾക്കെതിരെ 310 വകുപ്പ് ചുമത്തിയ FIR രജിസ്റ്റർ ചെയ്ത് കോപ്പി കാണിച്ചാൽ പണിമുടക്ക് അവസാനിപ്പിക്കാമെന്നാണ് ബസ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗ്ലോബൽ സിനിമാ കമ്പനി GCC പ്രൊഡക്ഷൻസിന്റെ മെമ്മറി പ്ലസ് ഓഗസ്റ്റ് 9 തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ ആദ്യ ഷോയുടെ മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് സംവിധായകൻ KT മൻസൂർ പറഞ്ഞു. അനീഷ് G, അനു ആന്റണി, സ്മിനു സിജോ, നവാസ് വെള്ളിക്കുന്ന്, ചാർമിള, ഉണ്ണി രാജ, നസീർ സംക്രാന്തി, ശിവജി ഗുരുവായൂർ, ഇബ്രാഹിം കുട്ടി, സീനത്ത്, നിലമ്പൂർ ആയിഷ തുടങ്ങിയവരാണ് മെമ്മറി പ്ലസിലെ അഭിനേതാക്കൾ. സിനിമാറ്റോഗ്രാഫി ലത്തീഫ് വളാഞ്ചേരി, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ M രമേഷ് കുമാർ, അസോസിയേറ്റ് ഡയറക്ടർ ജയേന്ദ്ര ശർമ്മ, എഡിറ്റിംഗ് ആൻഡ് VFX ഷമീർ KK, പ്രൊഡക്ഷൻ കൺട്രോളർ ഷൗക്കത്ത് വണ്ടൂർ, ലിറിക്സ് റഫീഖ് അഹമ്മദ്, ഗായകർ സിതാര G വേണുഗോപാൽ, മേക്കപ്പ് ഹസൻ വണ്ടൂർ, മ്യൂസിക് ഗഫൂർ M ഖയാം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ MS ഷെയ്ഖ് ഇലാഹി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അണിയറ പ്രവർത്തകർ. അറിഞ്ഞുമറിയാതെയും വർഗീയതയുടെ വിഷവിത്തുകൾ വിതയ്ക്കുന്ന ഇന്നത്തെ കാലത്ത് സ്നേഹത്തിന്റെ വിത്തുകൾ പാകുകയാണ് മെമ്മറി പ്ലസ് ചെയ്യുന്നതെന്ന് സംവിധായകൻ KT മൻസൂർ പറഞ്ഞു. എല്ലാത്തിൻ്റെയും മരുന്നായിട്ട് നമുക്ക് സ്നേഹമാണ്. സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ
ഈ സിനിമ സ്നേഹമാണ് പൂർണ്ണമായിട്ടും പറയുന്നത്. അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ കലാലയം പറയുന്നുണ്ട്, കോളേജ് ക്യാമ്പസിൽ. സാധാരണ വിഭിന്നമായി കലാലയത്തിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ NSSനെയാണ് അതിനവർ ഉപയോഗപ്പെടുത്തിയത്. നാഷണൽ സർവീസ് ഇങ്ങനെയാണ് കോളേജ്. കോഴിക്കോട് തന്നെയാണ് കഥയുടെ പശ്ചാത്തലം. മെമ്മറി പ്ലസ് എന്ന സിനിമ ഓഗസ്റ്റ് 9 തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ ആദ്യ ഷോയുടെ മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നും സംവിധായകൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഷമീർ, അജീർ ഹുസൈൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേശാഭിമാനി മുൻ സീനിയർ ന്യൂസ് എഡിറ്റർ UC ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ ചേർന്ന മാധ്യമപ്രവർത്തകരുടെ യോഗം അനുശോചിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെയും സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ PK സജിത്ത് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് സെക്രട്ടറി PS രാകേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PP അബൂബക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, ഹരിദാസൻ പാലയിൽ, കോയ മുഹമ്മദ്, KF ജോർജ്, KM മോഹൻദാസ്, CM കൃഷ്ണപണിക്കർ, K ബാബുരാജ്, C അബ്ദുറഹ്മാൻ, TR മധുകുമാർ, AP അബൂബക്കർ, ജയകൃഷ്ണൻ നരിക്കുട്ടി, M സുധീന്ദ്രകുമാർ, EP മുഹമ്മദ്, PV ജിജോ എന്നിവർ പ്രസംഗിച്ചു. M ജയതിലകൻ സ്വാഗതവും CPM സെയ്ദ് അഹമ്മദ് നന്ദിയും പറഞ്ഞു. വയനാട്ടിൽ ജൂലൈ 29 ഉരുൾപൊട്ടലിൽ മുണ്ടക്കയിലും സമീപ പ്രദേശത്തും വീടുകൾ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി 15 വീടുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം നൽകാൻ കോഴിക്കോട് യാഷ് ഇന്റർനാഷണൽ ഹോട്ടലിൽ ചേർന്ന UMC സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു. സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് ദുരന്തത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവരുടെ സ്ഥിതി വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ സ്ഥാപനങ്ങൾ കൂടി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് അധ്യക്ഷനായ യോഗത്തിൽ ജനറൽ സെക്രട്ടറി TF സെബാസ്റ്റ്യൻ, സംസ്ഥാന നേതാക്കളായ CH ആലിക്കുട്ടി ഹാജി, നിജാം ബഷീർ, CV ജോളി, KK നിയാസ്, KM കുട്ടി, TPA ഷഫീഖ്, അലി ഐന, ബൈജു തളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യുനെസ്കോയുടെ സാഹിത്യ നഗരമായി പ്രഖ്യാപിതമായ കോഴിക്കോട് നഗരത്തെ പ്രമേയമാക്കിയാണ് ജില്ലാ സാഹിത്യോത്സവ് സംഘടിപ്പിക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. നേരുപെറ്റ ദേശത്തിന്റെ കഥ എന്ന പ്രമേയത്തിൽ കൊടുവള്ളി കളരാന്തിരിയിൽ ഓഗസ്റ്റ് 7 മുതൽ 11 വരെയാണ് സാഹിത്യോത്സവ് നടക്കുന്നത്. ജില്ലയിലെ 14 ഡിവിഷനുകളിൽ നിന്നുള്ള 2500-ൽ പരം വിദ്യാർത്ഥികൾ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ജൂനിയർ, സീനിയർ, ക്യാമ്പസ്, ജനറൽ കാറ്റഗറികളിലായി മത്സരിക്കും. ചരിത്രകാരൻ ഡോക്ടർ MR രാഘവ വാര്യർ സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് SSF കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി അഫ്സൽ ഹുസൈൻ A, ജില്ലാ സെക്രട്ടറി CA അഹമ്മദ് റാസി, ഹക്കീം സിദ്ദിഖി പോർങ്ങോട്ടൂർ തുടങ്ങിയവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് വിൽപ്പനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സർക്കാരിന് സമർപ്പിച്ച സമഗ്ര പ്രപ്പോസൽ അംഗീകരിച്ച് സർക്കാർ ഉത്തരവായി. നടുവണ്ണൂർ വോളിബോൾ അക്കാദമിയിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് കേരള എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ കരുതൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.